ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇപ്പൊ ഞങ്ങളുള്ളത് മാഞ്ചസ്റ്ററിലാണ്. അപ്പൊ ഇവിടെ അനീഷിന്റെ സിസ്റ്ററും ഫാമിലിയും ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. നാളെ നമ്മളൊന്ന് സ്കോട്ട്ലാൻഡിൽ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു 2-3 ഡേയ്സ് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് മാഞ്ചസ്റ്ററിലേക്ക് തന്നെ വരാനാണ് പ്ലാൻ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ് എല്ലാവരും. കാരണം UK വന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നൊരു സ്ഥലമാണ് സ്കോട്ട്ലൻഡ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മാഞ്ചസ്റ്ററിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 4 hour ജേർണി ആണെന്നാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെയാണ് മാഞ്ചസ്റ്ററിൽ എത്തിയത്. അപ്പം ഇതൊരു വീക്കെൻഡ് ആയതുകൊണ്ടും പിന്നെ സിസ്റ്ററിൻ്റെ ഫാമിലിയുടെയും കൂടെ പോകാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ സ്കോട്ട്ലൻഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ എഡിൻബ്ര എത്തി. അപ്പോൾ ഇവിടെ എത്തി ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 3:30-4 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഒരു 5 PM ഒക്കെ ആകുമ്പോഴത്തേക്കും വിസിറ്റേഴ്സിൻ്റെ എൻട്രി ക്ലോസ് ആവും. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്കിവിടെ അടുത്ത് കാണാനുണ്ടായിരുന്ന എഡിൻബ്ര കാസിലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഡിൻബ്ര കാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ്. അപ്പോൾ അത് കുറച്ച് ഇങ്ങനെ മേലോട്ട് കയറി ഒരു കുന്നുപോലെ കയറി മേലോട്ട് പോകുമ്പോഴാണ് അവിടേക്കുള്ള എൻട്രി ഒക്കെ ആയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മളിന്ന് ഓൾമോസ്റ്റ് ഫുൾ ഡേ കാറിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്ന കാരണം ആർക്കും അങ്ങനെ നടക്കാനും കയറാനൊന്നും വലിയ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേരൊക്കെ ഓടി ഓടി പോവായിരുന്നു മേലോട്ട്. നമ്മളായിരുന്നു കുറച്ചെങ്കിലും സ്ലോ ആയിട്ട് ഇങ്ങനെ പിക്ചേഴ്സും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് സ്ലോ ആയിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആർക്കും അങ്ങനെ കയറാനുള്ള ബുദ്ധിമുട്ടോ നടക്കാനുള്ള ക്ഷീണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നടന്ന് കയറി ഓൾമോസ്റ്റ് നമ്മൾ താഴെ നിന്ന് കാണുന്നുണ്ടായിരുന്ന ആ ബിൽഡിങ്ങിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചും കൂടെ അപ്പുറത്താണെന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാവരും അങ്ങോട്ട് നടക്കുന്നുണ്ട്, നമ്മളും അതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി എൻട്രൻസിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, അതായത് ഇതിൻ്റെ ക്ലോസിങ് ടൈമിന് മുമ്പ് നമ്മൾ എത്തോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല സ്പീഡിൽ എല്ലാവരും നടന്നു വന്ന കാരണം നമുക്ക് അതിന് മുമ്പ് എത്താനായിട്ട് പറ്റി. ആ ഒരു മല കയറി വന്നതുകൊണ്ടും അതുപോലെ തന്നെ നല്ല സ്പീഡായിട്ട് നടന്നു വന്നുകൊണ്ട് പിന്നെ ഈ ജാക്കറ്റും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ചൊരു ചൂട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സിൽ ചെയ്യുന്ന കാരണം നമ്മൾ പിന്നെ ജാക്കറ്റ് ഊരാനൊന്നും നിന്നില്ല, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തു. എൻട്രൻസിൻ്റെ അവിടെ കുറച്ചൊരു സ്ലോ മൂവിങ് ക്രൗഡാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഓൾറെഡി അതൊരു നാരോ എൻട്രൻസ് ആണ്. പിന്നെ അതിൻ്റെ എക്സിറ്റ് ആൻഡ് എൻട്രി സെയിം ആണ്. അപ്പോൾ അതിനെ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻട്രി ആളുകൾ ഒരു സൈഡിൽ കൂടിയും എക്സിറ്റ് ആളുകൾ മറ്റേ സൈഡിൽ കൂടിയും വരാനായിട്ട്. അപ്പോൾ അത് കാരണം അവിടെ കുറച്ചൊരു സ്ലോ മൂവിങ് ക്രൗഡായിരുന്നു. നമ്മളകത്തേക്ക് അത് എൻട്രി ചെയ്ത് കഴിഞ്ഞതും പിന്നെ അത് ചെറുതായിട്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഈ കാറ്റും ഈ ചെറിയ മഴയൊക്കെ കാരണം നമുക്ക് അത്ര നേരം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്ന ചൂടൊക്കെ അപ്പം തന്നെ പോയി. പിന്നെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു അവിടെ. അപ്പോൾ കുറച്ചുകൂടെ അകത്തേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു വ്യൂവിൻ ഡെക്ക് ഒരു സൈഡിലുണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ മേലെ നിന്ന് നമുക്ക് കാണുന്നത് ഈ എഡിൻബ്ര സിറ്റിയും റോയൽ മൈലും അങ്ങനെ അവിടുത്തെ മേജറായിട്ടുള്ള ഒരു സിറ്റി സൈഡാണ് ഇതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആയിട്ട് വരുന്നത്.
ഈ കാസിൽ ഇരിക്കുന്നത് കാസിൽ റോക്ക് എന്നറിയപ്പെടുന്ന ഒരു വോൾക്കാനിക് റോക്കിൻ്റെ മേലെയാണ്. അപ്പോൾ പറയുന്നത് 350 മില്യൺ ഇയേഴ്സ് എഗോ ഉണ്ടായ ഒരു വോൾക്കാനിക് ഇറപ്ഷനിൽ നിന്നും ഫോം ചെയ്തിട്ടുള്ള റോക്കാണ് ഇതെന്നാണ്. അപ്പോൾ അതിൻ്റെ മേലെയായിട്ടാണ് ഈ കാസിൽ ഇരിക്കുന്നത്. 11th സെഞ്ച്വറി സമയത്തും ഇതിന് മേലെ ഒരു കാസിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം ഒരു 15th സെഞ്ച്വറി വരെ ഇതൊരു റോയൽ റെസിഡൻസ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ 15th സെഞ്ച്വറി മുതൽ അതിൻ്റെ റോയൽ റെസിഡൻസി എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് പതുക്കെ കുറഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 17th സെഞ്ച്വറി ആയപ്പോഴത്തേക്കും ഇത് വെറും ഒരു മിലിറ്ററി ബേസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ കാസിൽ റോക്കിൻ്റെ ഒരു പ്രത്യേകത കൂടെ കാരണമാണ് ഇതിൻ്റെ മേലെ കാസിൽ നിർമ്മിച്ചിട്ടുണ്ടാവാം എന്നാണ് പറയപ്പെടുന്നത്. ഈ കാസിൽ ഇരിക്കുന്നത് ഏകദേശം ഒരു 430 ഫീറ്റ് അബോവ് സീ ലെവലാണ് അതിൻ്റെ സമ്മിറ്റ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റോക്കി എഡ്ജസ് കാരണം ഇതിൻ്റെ മേലേക്കുള്ള ഒരു ആക്സസിബിലിറ്റിയും വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പം ഒരു സൈഡിൽ നിന്നും മാത്രമാണ് ഈ റോക്കിൻ്റെ മേലേക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവിടെ ഇങ്ങനൊരു കാസിൽ പണ്ട് പണിതിട്ടുണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത്. ആ കാണുന്നതാണ് ഫൂക്സ് ഗേറ്റ്. അത് കടന്ന് മറ്റേ സൈഡ് എത്തുമ്പോഴാണ് ഈ റോക്കിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പാർട്ടായിട്ടുള്ള അപ്പർ വാർഡ് എന്ന് പറയുന്ന ഏരിയ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ പണ്ട് ഫോഗി ഗേറ്റ് എന്നാണ് വിളിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പൊതുവേ എഡിൻബറ ഏരിയയിലുള്ള സീ ഫോഗിൽ നിന്നായിരിക്കാം ഈ പേര് ഉണ്ടായിട്ടുണ്ടാവാമെന്നാണ് എല്ലാവരും അസ്യൂം ചെയ്യുന്നത്. ആ കാണുന്നതാണ് സെയിൻറ്റ് മാർഗ്രറ്റ് ചർച്ച്, ഇവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബിൽഡിങ്. അതിരിക്കുന്ന സ്ഥലമാണ് ഈ റോക്കിൻ്റെ സമ്മിറ്റായിട്ട് പറയുന്നത്. പിന്നെ കാസലിനകത്ത് കുറച്ചും കൂടെ എക്സിബിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പതുക്കെ കാസലിൻ്റെ പുറത്തേക്ക് വന്നു. കാസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന വേൾഡ് ഓഫ് ഇല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോയത്. അതിനുശേഷം നമ്മൾ റോയൽ മൈലിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ബിൽഡിംഗ് കണ്ടത്. ഇത് ഇപ്പോൾ അറിയപ്പെടുന്നത് പല കൾച്ചറൽ ഈവൻറ്റ്സും നടക്കുന്ന ഹബ്ബ് എന്നാണ്. പക്ഷെ പണ്ട് ഇതൊരു ചേർച്ചായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ഒരു സ്ഥലം നോക്കി നടക്കുകയായിരുന്നു. അപ്പം മോസ്റ്റ്ലി ആദ്യം കാണുന്നുണ്ടായിരുന്ന മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ഫൈനലി നമുക്കൊരു ഇറ്റാലിയൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്ത് കയറി അങ്ങനെയാണ് നമ്മൾ ഡിന്നർ കഴിച്ചത്. ഡിന്നറിന് ശേഷം നമ്മൾ പിന്നെ പതുക്കെ തിരിച്ച് നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് പോകാനായിട്ട് ഡിസൈഡ് ചെയ്തു. ഇനി നമ്മൾ ബാക്കി സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ വരണം. കാരണം ഇന്നിപ്പോൾ ഇത്രയും ലേറ്റ് ആയ കാരണം ബാക്കിയെല്ലാം ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു. ഇത് നമ്മുടെ സ്കോട്ട്ലൻഡിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി ഒരു കുഞ്ഞ് ഹൈക്കിംഗ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ആർതേഴ്സ് സീറ്റ് ആണ് ഹൈക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ആർതേഴ്സ് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോളിവുഡ് പാർക്കിന്റെ ഏറ്റവും സെൻട്രലായിട്ട് ഇരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം പറയുന്നത് ഇത് ഒരു എക്സ്റ്റിൻറ്റ് ആയിട്ടുള്ള ഒരു വോൾക്കാനോ ആണെന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ പീക്കിലേക്ക്, അതിന്റെ സമ്മിറ്റിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് വൺ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസിലൂടെയാണ്. ആ സീരീസിലെ ഒരു എപ്പിസോഡിലും അവര് അതിലത്തെ ക്യാരക്ടേഴ്സ് ഈ ഒരു ഹൈക്ക് ചെയ്യുന്നതായിട്ട് അവര് കാണിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് കുറച്ചധികം മേലോട്ട് കയറാനുണ്ടെന്നാണ്. അപ്പൊ നമ്മള് ഇപ്പൊ വിചാരിക്കുന്നത് ഓക്കെ പറ്റുന്നത്ര കയറാമെന്നാണ് വിചാരിക്കുന്നത്. അതിന്റെ സമ്മിറ്റിലെത്തും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പോയി നോക്കാം എന്ന് വിചാരിക്കുന്നു.
അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺലൈനും റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കുറച്ച് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്ലൈംബ് ആണെന്നാണ് കണ്ടത്. അതുപോലെ തന്നെ ഈ ഹില്ലിന്റെ പല സൈഡിൽ നിന്നും പല രീതിയിൽ നമുക്ക് ഹൈക്ക് ചെയ്ത് വരാനുള്ള ഓപ്ഷൻസും ഉണ്ടെന്നാണ് കണ്ടത്. ഞങ്ങൾ പക്ഷെ അത്രയും ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള രീതിയിലൊന്നും ഹൈക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ഇല്ല. അപ്പൊ നമ്മള് അവിടെ ഓൾറെഡി ഇങ്ങനെ വഴി പോലെ കാണുന്ന സ്ഥലങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ ക്ലൈംബ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നടന്ന് കയറുമ്പോ നമുക്ക് നേരിട്ട വൺ ഓഫ് ദ മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കാറ്റ് തന്നെയായിരുന്നു. അപ്പം കാറ്റെന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നമ്മൾ നടക്കുകയും കയറുകയും ചെയ്യുമ്പോൾ പോലത്തെ കാറ്റല്ല, ശരിക്കും നമ്മളെ പിന്നിലേക്ക് പുഷ് ചെയ്യുന്ന ടൈപ്പ് കാറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പം പല സമയങ്ങളിലും ഭയങ്കര കാറ്റ് വരുന്ന സമയത്ത് ഞാനൊക്കെ ഒരു സ്ഥലത്ത് പോസ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന ചെയ്യണ്ടായിരുന്നു. കാരണം എനിക്ക് ഞാൻ തന്നെ പിന്നിലോട്ട് വീണ് പോകുമെന്നുള്ള ഒരു പേടി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതർവൈസ് അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കാറ്റില്ല, ഇടയ്ക്ക് കാറ്റ് വരും പിന്നെ സ്റ്റോപ്പ് ആവും, അങ്ങനെയാണ്. അപ്പൊ കാറ്റ് ഭയങ്കര ശക്തിയായിട്ടുള്ള കാറ്റ് വരുന്ന സമയത്ത് ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നു, അല്ലാത്തപ്പോ നടന്ന് കയറുക, അങ്ങനെയാണ് ചെയ്യണ്ടായിരുന്നത്. നമ്മള് പിന്നെ ഇങ്ങനെ ഹൈക്ക് ചെയ്ത് ഒരുപാട് യൂസ്ഡ് അല്ലാത്തത് കൊണ്ട് അവര് പറഞ്ഞ പോലെ അത്രയും ഈസി ആയിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ എന്നാലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഹൈക്ക് നമ്മള് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു പകുതി ദൂരമൊക്കെ എത്തിയപ്പോഴത്തേക്കും നമുക്കും ഭയങ്കര ഒരു കോൺഫിഡൻസും ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം ഇത്രയും ദൂരമൊക്കെ നമ്മൾ നടന്ന് കയറിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ മേലോട്ട് ചെല്ലും തോറും കാറ്റിന്റെ ശക്തിയും കുറച്ച് കൂടി കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ചില ഏരിയക്ക് എത്തുമ്പോൾ മൾട്ടിപ്പിൾ വേസ് അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ചുകൂടി ഈസി ആയിട്ട് സ്റ്റീപ്പായിട്ട് പോകാനുള്ള വഴിയും കുറച്ചും കൂടെ ചുറ്റി ഒരു സ്റ്റീപ്നെസ് കുറഞ്ഞ വഴിയും ഉണ്ടായിരുന്നു. അപ്പൊ പിള്ളേര് മോസ്റ്റ്ലി സ്റ്റീപ്പായിട്ടുള്ള ഈസി ആയിട്ടുള്ള പെട്ടെന്ന് എത്താനായിട്ടുള്ള വഴികളിലാണ് പോകുന്നുണ്ടായിരുന്നത്. നമ്മൾ കുറച്ചും കൂടെ ചുറ്റിയിട്ടൊക്കെയാണ് പോകുന്നുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയയില് നമുക്ക് ആ ഒരു സിറ്റി വ്യൂവും സിറ്റിയുടെ ബാക്കിലുള്ള കടലും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പൊതുവെ എല്ലാവരും ഒന്ന് ബ്രേക്ക് ചെയ്ത് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ മേലോട്ട് കയറിണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ മേലോട്ട് കുറച്ചും കൂടെ സ്റ്റീപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം വരെ ഇങ്ങനെ അവര് ചെയിനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൂടെ കയറാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ഫൈനൽ സ്ട്രെച്ചില് ആ സമ്മിറ്റിലേക്കുള്ള സ്ട്രെച്ച് കുറച്ചും കൂടെ ടഫായിരുന്നു. ഇങ്ങനെ വഴി പോലെയൊന്നും ഇല്ല, ശരിക്കും കുറെ പാറകൾ ഇങ്ങനെ കിടക്കുന്നു, കുറെ റോക്സ് കിടക്കുന്നു, അതിന്റെ മേലെ പിടിച്ച് മേലെ എത്തുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു ഭാഗം കുറച്ച് സ്ട്രഗിൾ ചെയ്താലും ഏറ്റവും ടോപ്പ് പോയിന്റിൽ നമ്മൾ എത്താനായിട്ട് ട്രൈ തന്നെ ചെയ്തു. മേലെ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. കാരണം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടിൽ സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ ലാസ്റ്റ് പോയിന്റ് വരെ എത്തിയെന്ന് എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അതിനുശേഷം നമ്മൾ പോയത് പാലസ് ഓഫ് ഹോളിവുഡ് ഹൗസിലേക്കായിരുന്നു. നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് UK മൊണാർക്കിന്റെ സ്കോട്ട്ലാൻഡിലുള്ള ഒഫീഷ്യൽ റെസിഡൻസ് ആണ്. ഈ പാലസിലെ സ്റ്റേറ്റ് അപ്പാർട്ട്മെന്റ്സ് ഒക്കെ മോസ്റ്റ്ലി പബ്ലിക്കിന് വിസിറ്റ് ചെയ്യാനായിട്ട് ഓപ്പൺ ആണ് ത്രൂ ഔട്ട് ദി ഇയർ.
റോയൽ ഫാമിലി അവിടെ ഇരിക്കുന്ന സമയത്ത് മാത്രം അത് ക്ലോസ്ഡ് ആയിരിക്കും. മോസ്റ്റ്ലി സമ്മറിലെ ഒരു വീക്കിലൊക്കെയാണ് റോയൽ ഫാമിലി ഇവിടെ ഇരിക്കാറുള്ളത്. ഈ കാണുന്നതാണ് ഹോളിറോഡ് ആബി. അപ്പം ഈ പാലസിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഈ ആബി. അപ്പോൾ ഇതിന്റെ ഗസ്റ്റ് ഹൗസ് ആണ് 15th സെഞ്ചുറിയിൽ റോയൽ റെസിഡൻസ് ആയിട്ട് കൺവേർട്ട് ആയത്. പിന്നീടുള്ള കാലഘട്ടങ്ങളിലാണ് ഈ പാലസിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പണി കഴിഞ്ഞതും ഇതൊരു വലിയ പാലസ് ആയിട്ട് മാറിയത്. ഒരു 17th സെഞ്ചുറി ഒക്കെ ആയപ്പോഴത്തേക്കാണ് അതിന്റെ റൂഫ് കംപ്ലീറ്റ്ലി 2 സ്റ്റേജസിലായിട്ട് കൊളാപ്സ് ആയത്. അപ്പൊ ഇപ്പൊ അതിന്റെ സൈഡിലുള്ള വാൾസ് മാത്രമേ ഉള്ളൂ. അതിന്റെ റൂഫ് കംപ്ലീറ്റ്ലി താഴെ വീണ് പോയിരിക്കുകയാണ്. ഈ പാലസിൽ എൻട്രി ചെയ്ത് ഉടനെ അവര് നമുക്ക് ഒരു ഗൈഡഡ് ടൂർ പോലെയാണ്. അപ്പം അവർ പറയുന്നുണ്ട് ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്ത് പോകണമെന്ന്. അപ്പൊ ആദ്യം പാലസിന്റെ ഇൻസൈഡ് ഒക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ആബിയിലേക്കായിരുന്നു. ആബിയിൽ നിന്ന് പുറത്ത് വന്നിട്ട് പിന്നെ അവിടുത്തെ ഗാർഡൻസ് ആൻഡ് ഗ്രൗണ്ട്സിലൂടെ ആയിരുന്നു പിന്നെ നടക്കേണ്ടിയിരുന്നത്. ഈ കാണുന്നതെല്ലാം ആ പാലസിന്റെ ഗാർഡൻ സ്പേസ് ആണ്. അപ്പൊ അവിടെ നിന്ന് ദൂരെ നമ്മൾക്ക് നമ്മൾ നേരത്തെ ഹൈക്ക് ചെയ്ത ആർത്തേഴ്സ് സീറ്റിന്റെ ആ ഒരു ഹില്ലും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പാലസ് ആയിരുന്നു നമ്മുടെ ഐറ്റിനറിയിൽ ഉണ്ടായിരുന്ന ഇന്നത്തെ ലാസ്റ്റ് സ്ഥലം. ഇതിനുശേഷം നമ്മൾ ഇനി ഡിന്നർ കഴിച്ച് നമ്മൾ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ബാക്കി സ്കോട്ട്ലാൻഡിലേക്ക് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.